അപ്പോൾ ഒന്ന് ഈവനിങ്ങിൽ നമ്മുടെ എടപ്പാൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് പോകാം. എടപ്പാൾ നമ്മുടെ സഫാരി ഗ്രൗണ്ടിൽ ഒരു എക്സ്പോ ഉണ്ട്. ഓക്കെ, പിള്ളേരത് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പോവാണ്. ഓക്കെ, അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ, ഞങ്ങളെ പോവാണേ. സമയം 7:39. 7:39 എടപ്പാൾ ടൗണിൽ തിരക്കാണ് കൊടുക്കണം. 7:39 10:39 ചെറിയ സെയിം അവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? സഫാരി ഗ്രൗണ്ടിലെ അല്ലേ? നമ്മൾ നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പട്ടാമ്പി റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി റോഡിൽ ഓക്കെ, പട്ടാമ്പി റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോയി ഇതാണ് നമ്മളുടെ പട്ടാമ്പി പാലക്കാട് റോഡ് കേട്ടോ. പാലക്കാട് റോഡ് നമ്മളിങ്ങനെ പോയി ഇതാണ് നമ്മൾ കയറുന്നത്. എടപ്പാൾ കയറും. ഓക്കെ, നല്ല ചായ പത്ത് കിട്ടുക. ഇതാണ് സ്ഥലം കൊടുക്കുന്നത്. നമ്മൾ എടപ്പാൾ ഫോറം സെൻറ്റർ, നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റൊക്കെ നമ്മൾ എടപ്പാൾ ഫോറം സെൻറ്റർ. പാർപ്പിൻ്റെ പേര് ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫോറം സെൻറ്റർ ഞങ്ങളുടെ ഹോട്ടൽ നാട്ടിൽ പോയാണ്. നല്ലത് ടൗണിൽ ഇങ്ങനെ പോയി ലെഫ്റ്റ് സൈഡ് അവിടെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് കയറിയിട്ടാണ് എടപ്പാളിൻ്റെ ഫേമസ് ഹോസ്പിറ്റൽ, എടപ്പാൾ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതാണ് നമ്മൾ എടപ്പാൾ ഹോസ്പിറ്റലിലെ അതാണ് പേര്. നമ്മൾ സ്ഥിരമായി പച്ചക്കറി മേടിക്കുന്ന കാണാം. എന്തൊക്കെയാണ് അതാ കാണുന്നു നമ്മുടെ എക്സ്പോ. അതാണ് നമ്മുടെ എടപ്പാൾ ഹോസ്പിറ്റൽ. അതാണ് നമ്മുടെ എന്ത് എക്സ്പോ, അതാണ് നമ്മുടെ എക്സ്പോ. ഓക്കെ, എക്സ്പോക്ക് എത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടപ്പാളെ എത്തിയിട്ടുണ്ട്. നമ്മളെ എക്സ്പോ അവിടെ ഉണ്ട്. നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പാസഞ്ചേഴ്സ് കൊടുക്കുന്നുണ്ടോ. നിങ്ങൾ വിചാരിക്കും ഇഷ്ടമാണെന്ന്. ഇഷ്ടമൊന്നുമല്ല, ഇച്ചിരി തിരിച്ചു. 100 രൂപയാണ് എൻട്രി ഫീസ് കേട്ടോ. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഒരു ഫസ്റ്റ് എൻട്രീന് ലേസർ ഷോ ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ കയറി കഴിഞ്ഞാലുള്ള ഫസ്റ്റ് ഷോ ആണിത് കേട്ടോ. വാട്ടർഫോളാണ്. അത് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വൈബാണ് വാട്ടർഫോൾ. നല്ല മ്യൂസിക് വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പിള്ളേർ ഒരുപാട് പേര് കിടന്ന് കുളിക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സൊന്നും അഡീഷണൽ കരുതാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ വല്ലാതെ കളിച്ചില്ല. ജസ്റ്റ് കാലൊന്നും ഇങ്ങനെ നനച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തോളൂ. അടിപൊളി. അത് രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നോടെ സ്റ്റാർസൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൊട്ടപ്പുറത്ത് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിൽ കണ്ടു, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തൊരു വീഡിയോ കണ്ടു. ഗോസ്റ്റ് ഹൗസ് കണ്ട് പേടിച്ചു. അപ്പോൾ ഗോസ്റ്റ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ. പേടിച്ചു കേട്ടോ. പിള്ളേർ രണ്ടുപേരും ശരിക്കും പേടിച്ചു. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലെന്നേ. പൊന്നു മക്കളെ, വേസ്റ്റാണ് മണി. 100 രൂപയ്ക്ക് ഒരു ലാഭമില്ല. ആകെ കാണാനുള്ളത് ആ വാട്ടർഫോളും പിന്നുള്ളത് ഒരു ഗോസ്റ്റ് ഹൗസാണ്. ഗോസ്റ്റ് ഹൗസിൽ അടിച്ച് പേയ്മെന്റ് നടത്തണം. വാട്ടർഫോൾ ഓക്കെയാണ്. 100 രൂപയ്ക്ക് സാധനമൊന്നുമില്ല. അതിനുള്ള സ്റ്റാൾസ് തന്നെ എത്ര കുറച്ച് സ്റ്റാൾസ് ഉണ്ടെന്ന് അറിയാം. ഭയങ്കര വേസ്റ്റാണ് മണി കേട്ടോ. സോ എൻ്റെ അഭിപ്രായം പറയുന്നത്, എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല. പട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥ. 100 രൂപ വെറുതെ പോയി. നല്ല പൈസ. ആ പൈസക്ക് ആ വാഴ 2 പോയി കാണണമെങ്കിൽ അതായിരുന്നു ചുമ്മാ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര അവിടെ ഒന്നുമില്ല കാണാൻ, ഒന്നുമില്ല. സീരിയസ്ലി അവിടെ ഒന്നുമില്ല. ആ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളെവിടെ ഒന്നും ഫസ്റ്റ് ടൈമാണ്. കർമ്മയിലുണ്ട് തോന്നുന്നു. എടപ്പാൾ ഭാഗത്തൊക്കെ ആദ്യമായിട്ടാണ് ഈ വാട്ടർഫോൾ വരുന്നത്. ആ ഒരു മാത്രം കാണാം. ഈ 100 രൂപ കൊടുത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഉണ്ടോ? നിങ്ങൾ പറയും.